എന്റെ വീട്ടിന്റെ നടയിലാണ് വാള് വെക്കണേ. പിന്നെ നിന്റെ വീട്ടിന്റെ തിരുവനന്തപുരത്ത് അത്തപ്പൂട്ടടേ ഞാൻ ഇവിടെ. അത്തപ്പൂടാന്ന് പറഞ്ഞാൽ നീ വാട അത്തപ്പൂ വിടാൻ വാടാ. പിന്നെ പിന്നെ നീ ഇങ്ങോട്ട് വാ. നിന്നെ ഇവിടെ ഇവിടെ ഇട്ട് അത്തം എടാ പോടാർക്കാൻ കേട്ടെ മനുഷ്യനായിട്ട് കൊല്ലിക്കാതെ എടാ പോടാൻ കേട്ടെ. നീ അവന്റെ ബേളം ഉണ്ടാക്കാൻ വെള്ളം അടിച്ച് വാള് വെച്ച് നീ നോക്കും. ഞാൻ പിന്നെ എന്റെ കണ്ണ് ഞാൻ അങ്ങ് പോയിരിക്കുന്നു. എടാ പോടാ ഇറക്കാൻ കേട്ടെ. എടാ എടാ മിണ്ടായിരിക്ക. സ്റ്റോപ്പ്. ഇപ്പൊ എന്ത് മിണ്ടാത്തെന്ത്? നിന്റെ നാക്കിറങ്ങിപ്പോയി. ഗോവ പറയട്ടെ. എന്തായിരുന്നു? ഗോവ പറഞ്ഞാലേ ഉണ്ടോ? ഗോവ പറഞ്ഞാലേ നീ അനങ്ങുള്ള. ഗോ പൊന്മകൾ വന്നാൽ ഒരു കോടി തന്ത ഒന്നും രണ്ടുമല്ല ഒരു കോടി തന്ത. എന്റെ പൊന്ന് എന്റെ സാധനം ഇവിടെ പോകാന്തോടെ ഒരു പിടിയും കിട്ടുന്നില്ല. ചെവുത്തയില്ല കണ്ണിന്. എന്റെ ഒരു സാധനം കാണാനില്ലേ ഇവിടെ ഇവിടെ എന്റെ ഒരു 10 രൂപ ഇവിടെ ഇവിടെ കാണാൻ പോടെ. എവിടെ 10 രൂപ കാണാതെ ഇവിടെ ചാണക്യ ബാറിന്റെ അകത്ത്. ബാറിൽ കാണാൻ പൈസ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാറിന്റെ അകത്തൊക്കെ ഇരുട്ടല്ലേ ഇവിടെ നല്ല വെട്ടം ലൈറ്റൊക്കെ ഇട്ട്. നിങ്ങൾ ആ ബാറിൽ ചെന്ന് എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്ന്? എന്താ ബാറി പ്രശ്നം? എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടോ? അവിടെ അലമ്പുണ്ടാക്കിയെന്നോ? സംഭവം ഇവിടെ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് അടിക്കാന്നുള്ളൂ എന്ന് കരുതി ഞാൻ ബാറി ചെന്നിട്ട് ഞാൻ ഒരു സാധനം മാറ്റി വച്ചിടേ. അടുത്തിരുന്നോ തട്ടി കളഞ്ഞിട. നീ ആണെങ്കിൽ സഹിക്കൂടെ? ഞാൻ സഹിക്കൂ. ഞാൻ സഹിച്ചില്ല. അവനെ അടുത്തിരുന്ന ഒരു കച്ചലെടുത്ത് അവന്റെ മണ്ട വിളക്ക് ഒരു അടി കൊടുത്ത്. എന്നിട്ടൊന്നും സംഭവിച്ചില്ല. എന്ത് സംഭവിക്കാൻ? വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കും. സ്വന്തം തന്ത നിങ്ങൾ അടിച്ചത്? താൻ തട്ടിമറിച്ച് കഴിഞ്ഞാൽ പിന്നെ തന്റെ മോനെന്നാ അങ്ങനെ ഉണ്ടാടാ. നീ വലിയ ന്യായം അടിക്കാൻ. നീ ഒരു ചെറുപ്പക്കാരന് 10-35 ചാർജറിന് ഇടിച്ചിട്ട് നീ ഇവിടെ കണ്ടോണ്ടിരുന്ന നീ ആരെങ്കിലും ചോദിക്കാണ്ടായിരുന്നാടെ ഇവിടെ? എങ്ങനെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ 10-35 പേർ ചേർന്ന് ഇടിച്ചിട്ട് ആരെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? ഹലോ, ചേട്ടനൊന്ന് ചോദിച്ചുകൂടായിരുന്നു? എന്താ ചേട്ടനൊന്ന് ചോദിച്ചുകൂടായിരുന്നു? അപ്പൊ ഇടിയും കൊള്ളണം ഞാൻ ചോദിക്കാൻ വേണം. അവനെ പൂഴ്ത്തി പറഞ്ഞാണ് അവൻ എന്നെ ഇടിച്ചത്. എന്തിനാ പൂഴ്ത്തി പറഞ്ഞ? അവൻ എന്തിനാ അടിച്ചത്? ഇങ്ങോട്ട് പറഞ്ഞു സുധാരന്റെ കടയിൽ കയറി കാപ്പി പിടിച്ചിട്ട് ഞാൻ സുധാരന്റെ അടുത്ത് പറഞ്ഞു, സുധാര നിന്റെ സാമ്പാർ കിടിലോടെയെന്ന് ഞാൻ പൂഴ്ത്തി പറഞ്ഞേ. അതിന് അവൻ പയ്യന്മാരിറക്കി എന്നെ ഇടിച്ച്. അയ്യോ, സാമ്പാറിനെ പൂഴ്ത്തി പറഞ്ഞ എന്നാ എനിക്ക് അവന്റെ ഒന്ന് ചോദിക്കണം. ഇനിയിപ്പോ ചോദിക്കാനൊന്നും വേണ്ട, തെറ്റെന്റെ ഭാഗത്താണ്. അവൻ കൊണ്ടുവന്ന സാമ്പാറിലായിരുന്നു, കടലപ്രഥമനായിരുന്നു. അതിനവൻ ഇടിക്കില്ലെങ്കിൽ പിന്നെ എന്റെ പൊന്നെ എന്തൊരു പിടുത്തമായി. നിങ്ങൾ അതിനടുത്ത് താക്കണ്ട. ചേട്ടൻ ഇങ്ങോട്ട് വാ. ചേട്ടൻ എവിടെ പോകണ്ടെന്ന് പറയാം, ഞാൻ അവിടെ കൊണ്ടാക്കാം. എന്നെ കൊണ്ടുവന്നുമുണ്ട് എനിക്കറിയാം. കറക്റ്റ് ബാങ്ക് ഓണറുടെ വീട്ടിൽ പോകാനുള്ള വഴി എനിക്കറിയാം. ഒന്നാമത് വെള്ളം ഒടിച്ചേക്ക്. നിങ്ങൾ എങ്ങനെ ബാങ്ക് ഓണറുടെ വീട്ടിൽ പോകുന്നു? ബാങ്ക് ഓണറുടെ വീട്ടിൽ ഞാൻ കറക്റ്റ് ഇന്നലെ പോയതാണല്ലോ. എങ്ങനെ പോയത്? എന്റെ സംഭവം അവിടെ ചെന്നപ്പം ഇന്നലെ ഞായറാഴ്ച അവധി. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച ബാങ്കിലോട്ട് വാ, വായ്പ എടുത്തു തരാൻ. ആരെ വായ്പ എടുത്തു തരാം? എടാ വായ്പ എടുത്തു തരാന്നല്ലടാ, വായ്പ എടുത്ത് ലോൺ. വായ്പ എന്തിനാ ലോൺ എടുക്കണേ? എനിക്ക് ഇത്തിരി പൈസ ആവശ്യമുണ്ട്. ആ പൈസയും സ്വർണ്ണമൊക്കെ എടുക്കാനാണെങ്കിലേ എനിക്ക് പരിചയത്തിലുള്ള 2-3 ജുവലറികൾ ഈ സിറ്റിയിലുണ്ട്. ചേർന്ന് ഏത് കടയിൽ നിന്ന് സ്വർണ്ണം എടുക്കണ്ടേ? അല്ല അങ്ങനെയൊന്നുമില്ല, എളുപ്പം കുത്തി തുറക്കാൻ പറ്റുന്ന ഏതെങ്കിലും. മോഷണം ഒന്നുമില്ലടാ. നമ്മൾ അങ്ങനെയൊന്നും നീ വിചാരിക്കരുത് കേട്ടോ. ഹലോ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നിവിടെ കേരളോത്സവത്തിന്റെ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടക്കുകയാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നു. ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ ചേട്ടനില്ല, ചേട്ടന്റെ വീടുമില്ല. ആറ്റിന്റെ കരയെന്നുള്ള താമസം അങ്ങ് മാറി. അവിടെ നിന്ന് ഞാൻ മാറിയില്ല. എനിക്കാണെങ്കിൽ നന്നായി. ഇത് പറയായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴേ ആ ആറ്റിനേരെ ഒരുമാതിരി പെണ്ണുങ്ങളുടെ കുളിയും നനയും ഒരു വൃത്തിയുമില്ല. സത്യം. അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് മാറി താമസം എവിടെ? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അടുത്തോട്ടാക്കി. എന്താ പഴയതുപോലെ കണ്ണ് പിടിക്കുന്നു. അതിനകത്ത് ഇറക്കി വെച്ചൂടായിരുന്നു? ഇറക്കി വെച്ച എന്നടെ പയ്യന്മാരല്ലേ ചമന്ന് കരക്കി വെച്ചത്. ഞാൻ തിരിയാൻ പറ്റും? നിങ്ങൾ ആ ജാനമ്മയുടെ കൊച്ചിനോട് ചേട്ടൻ എന്ത് വൃത്തിയാണ് കാണിച്ചത്? ജാനമ്മയുടെ കൊച്ചിന്റെ ഞാൻ എന്ത് വൃത്തിയാണ് കാണിച്ചു? ആ ജാനമ്മയുടെ 6 മാസം പോലും പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ ഇതിനകത്ത് കുളത്തിട്ടെ. എന്താ 6 മാസം പോലും ഇല്ലാത്ത കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ ജാനമ്മയുടെ കൊച്ചിനെ എന്തിനടുത്ത് കുളത്തിട്ടെന്ന്? തെറ്റായി പോയി. പിന്നെ തെറ്റല്ലാതെ തെറ്റായി പോയി. എടാ സംഭവം നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു. എടാ ജാനമ്മ ഞാൻ ഈ അടുത്ത ദിവസം അവളിപ്പോയില്ല പെറ്റണീറ്റൊക്കെ എല്ലി ഒല്ലി. ജാനമ്മ ഇങ്ങനെ ചന്തയെന്ന് പറഞ്ഞ ഒഴുക്കി ഞാൻ അവളെ കണ്ടപ്പോ എന്തെങ്കിലും കുശലം ചോദിക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ ജാനമ്മ എടുത്ത് ചോദിച്ചു, ജാനമ്മേ നിന്റെ കൊച്ചിന് സുഖം തന്നെ അപ്പിന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ അണ്ണ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീന്തി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ പൊടി കൊച്ചു നീന്തി തുടങ്ങിയെന്ന് പറഞ്ഞു. എന്റെ കണ്ണുകളിൽ ഇപ്പൊ ഇവിടെ ഇത് കാണാനായിട്ട് ഞാൻ നേരെ ജാനമ്മയുടെ വീട്ടിൽ ചെന്ന് അപ്പോഴും കാണാം എണ്ണ തേച്ച് വരാൻ കിടത്തിക്കും. ഞാൻ പുല്ലിന്റെ കാലി തൂക്കിയെടുത്ത് തോട്ടിലോട്ട്
എന്നിട്ട് അപ്പോഴല്ലടാ എനിക്ക് മനസ്സിലായത് നീന്തൽ മാത്രമല്ലടാ മുക്കിലിട്ട് പോവാനും പഠിച്ചെന്ന്. അടിപൊളി കൊച്ചരെ. ആ മുക്കിലിട്ട് പോയ കൊച്ചി ഇതുവരെ പൊങ്ങിട്ടില്ല കേട്ടോ. അവിടെ പോലീസും പട്ടാളം കാത്തിക്ക് ഇപ്പൊ നിങ്ങളെ പൊക്കിക്കൊണ്ടു പോകും. എന്നെ പൊക്കൂല. നിങ്ങൾ ഈ വെള്ളം ഒടിച്ച് കിടക്കണോണ്ടാ നിങ്ങളുടെ ഈ വയറു മാറാം. സത്യം നീ ഓർമ്മിപ്പിച്ച് ഇന്ത്യയുടെ വയ്യാത്ത വേദന. ഹലോ, എന്റെ ചേട്ടൻ ഒരു ഡോക്ടറാണെന്ന് അറിയോ? എനിക്കറിയാം. കുറച്ച് ചികിത്സയൊക്കെ എനിക്കറിയാം. വേണമെങ്കിൽ ഞാനൊന്ന് നോക്കി തരാം. നീ ഇത്തിരി ഒന്ന് പരിശോധിച്ചു. എന്താ ഇവിടെ ഉണ്ടോ വേദന? അവിടെ ഇല്ലടേ. ഇവിടെ ഉണ്ടോ? അയ്യോ, അവിടെ തന്നെ വേദന. എന്റെ പൊന്നു കേട്ടോ, ചേട്ടൻ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും കേട്ടോ. ചേട്ടന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞ് കിടക്കാണ്. പിണഞ്ഞ് എന്താ നിക്കറിന്റെ വള്ളി പിടിച്ചു തൂങ്ങിട്ട് അവന്റെ ചെറുകുടലും വൻകുടലും അറിഞ്ഞ് കൊന്നാളെ പോകില്ല. നിങ്ങൾ പക്ഷെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ലൊരു ജോലി നിങ്ങൾക്ക് റെയിൽവേയിൽ ഉണ്ടായിരുന്നു. എനിക്ക് അടിപൊളി ജോലി ഉണ്ടല്ലോ. നാട്ടുകാരെ നിങ്ങൾ കേട്ടോ കേട്ടോ, നല്ലൊരു ജോലി ഇയാൾക്ക് റെയിൽവേയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഇയാൾക്ക് ഒരു അവാർഡും കിട്ടി. എന്തിനാണ് അവാർഡ് കിട്ടിയെന്ന് അറിയോ? ട്രാക്കിൽ കിടന്ന ട്രെയിനെ സ്റ്റാർട്ടാക്കി കുറെ ദൂരം ട്രാക്കിൽ കൂടെ ഓടിച്ചിട്ട് ആ ട്രെയിനെ ട്രാക്കിൽ നിറക്കി വാഴത്തോട്ടം വഴിയും മനുഷ്യരുടെ വഴിയും റബ്ബർ തോട്ടം വഴി കറക്കിയെടുത്ത് ട്രാക്കിൽ കയറ്റി ഓടിച്ച് സ്റ്റോപ്പിൽ കൂടെ നിർത്തിയാണ് അവാർഡ് കിട്ടിയത്. അതെ, അതല്ലാണ്ട് ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ രഹസ്യം? ഇതിന്റെ രഹസ്യം പറഞ്ഞില്ല മോനെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ കാണാൻ കോട്ടയെത്തിയപ്പോ ഒരുത്തൻ ചാവാനായിട്ട് ട്രാക്കിൽ കയറി കിടക്കാനിടെ. എന്ത് വൃത്തിയുടെ ആ ട്രെയിനകത്ത് ഒരു 10,000 പേരെങ്കിലും ചാവാൻ കിടക്കുന്നത് ഇവന്റെ ജീവനാണോ വലുത് അതോ ട്രെയിനകത്തിരിക്കുന്ന 10,000 പേരെ ജീവനാണോ വലുത്? തിരിഞ്ഞവര് നോക്കാൻ നെഞ്ചത്തോട് കയറ്റി പൊക്കൂടായിരുന്നു. എനിക്കത് അറിയാന്ന്. ഞാൻ ട്രെയിൻ അടുത്തോട്ട് വന്നപ്പോ ഈ പുല്ല അഴിച്ച് ഓടിയടാ. ഞാൻ പിന്നെ നേരെ അവന്റെ പിറകെ വിട്ട് യമൻ നേരെ മരിച്ചിനി കമ്പിന്റെ ഇടയിൽ കയറി. ഞാൻ അതിലെ കൂടെ പോയി. അവൻ നേരെ റബ്ബറിൻ തോട്ടത്തിൽ കയറി കൂടെ പിടിച്ച് അവസാനം ഈ പുല്ലിനെ ഞാൻ വാഴത്തോട്ടത്തിട്ട് കൊന്നിട്ടാണ് ഞാൻ നേരെ ട്രാക്കിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ. ഓ, പുല്ലിനെ കൊല്ലാൻ പെട്ട പാടടേ എന്റെ ദൈവമേ. അങ്ങ് പോവാണ്. നമ്മൾ ഇത്രയും പരിചയപ്പെട്ട് സുഹൃത്ബന്ധമായ സ്ഥിതിക്ക് നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പ്രിയ നമുക്ക് ഓരോ ചായ കുടിച്ച് നമ്മളെ സുധാന്റെ കടയിൽ പോയി ചായ കുടിക്കുമ്പോ വേണ്ടേ? എനിക്ക് വേണ്ട. എടാ അങ്ങനെ പറയാ. നീ നമ്മൾ ഇത്രയും ബന്ധമായില്ലേടേ. നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് വരാം. രാവിലെ കുടിച്ചു ഞാൻ ചായ. അങ്ങ് പറയരുത്. നമ്മൾ സുഹൃത്തുക്കളായി ഇനി നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം. വേണ്ട വേണ്ടതുണ്ട്. ഞാൻ രാവിലെ മുതൽ ചായ കുടിക്കുന്നു. നിന്റെ അടുത്ത് ചാരായോ ഇല്ലല്ലോടെ കുടിക്കാൻ പറഞ്ഞ ചായ ഇല്ലേ പറഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എനിക്ക് താല്പര്യമില്ല, ചായ താല്പര്യമില്ല. അതെന്ത് പറ്റി? നിനക്ക് താല്പര്യക്കുറവ്. നിനക്കൊരു ചായ കുടിച്ചാൽ നിന്നെ ആരെങ്കിലും പിടിച്ച് അടിച്ചോളെ ഇവിടെ. എടാ അണ്ണാ, ഞാൻ രാവിലെ മുതൽ ചായ കുടിക്കാൻ എനിക്ക് വേണ്ട. എടാ നീ ഇന്നിപ്പോ ഒരു ചായ കുടിയടാ. എന്റെ കൂടെ നിന്നിട്ട് നമ്മൾ ഇത്രയും ബന്ധമായില്ലേ? ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. നിനക്കൊരു ചായ കുടിച്ചാലെന്താ ഇപ്പോ? എനിക്ക് താല്പര്യമില്ലാന്നേ. അല്ല നിനക്കിപ്പോ കുടിച്ചാലെന്താടേ? പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. പറഞ്ഞു ചായ വേണ്ട പറഞ്ഞു. ഒരു അനാവശ്യ അവന്റെ ചായ ഞാൻ പറയാം. ചായ വേണ്ട, ചായ വേണ്ട. കുറെ നേരമായി അങ്ങ് എത്തും. അവിടെ അപ്പുറത്ത് താമസിക്കുന്നത് കുറെ നേരമായി ഇവിടെ തുടങ്ങിയിട്ട്. 1000 വട്ടം ഞാൻ പറയാം ചായ വേണ്ട വേണ്ട വേണ്ട. ഉണ്ടല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഉണ്ടല്ലേ? നിനക്കിപ്പോ ഒരു ചായ ചോദിക്കട്ടെ. നിർത്തണ ബീപ്പ കുറ്റി. നീ പോടാ പന്നി. കുറച്ച് നാരങ്ങ മാങ്ങയും കയ്യിരിക്കും. യവനെ കിട്ടിയിരുന്നെങ്കിൽ ഉപ്പിലിടായിരുന്നു. അല്ല എന്താ ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? ഒരാൾ പറ. സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്റെ കാര്യം കേൾക്കുന്നില്ല. ഒന്നും ഉണ്ടാക്കി എന്റെ പൊന്നു കേട്ട ഇയാൾ എന്റെ 1000 വട്ടം ഞാൻ പറയാണ് എനിക്ക് ചായ വേണ്ട, ചായ വേണ്ട, ചായ വേണ്ട. ഇവ എന്നെ കൊണ്ട് നീ എനിക്ക് നിന്റെ ചായ എനിക്ക് വേണ്ട. എനിക്ക് നിന്റെ ചായ വേണ്ട. ഇയാൾ ചായ വേണ്ടെന്ന് പറഞ്ഞത് തനിക്ക് എത്ര നിർബന്ധം? ഞാൻ ഇത്രയും സുഹൃത്ബന്ധമായി എന്റെ പൊന്നെ നീ കേൾക്കണം. സത്യസന്ധമായിട്ട് ഞാൻ പറയണം. നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാന്ന് പറഞ്ഞ് തെറ്റായി പാടായി. എടാ ഇതിന്റെ അത്ര വലിയ സുഹൃത്തല്ല. എനിക്കൊരു ചായ കുടിച്ചാൽ കുഴപ്പം? സുഹൃത്തെ, ഞാൻ രാവിലെ മുതൽ ചായ കുടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ട്. അയാൾ പറഞ്ഞില്ല താല്പര്യമില്ല ചായ കുടിക്കാൻ. താല്പര്യക്കുറവൊന്നും അവന്റെ ചാരായോ അല്ലല്ലോ. ചായ അല്ലേ കുടിക്കാൻ പറഞ്ഞത്? എടാ ചാരായോ അല്ല, നല്ല സെറ്റപ്പ് ചായ കുടിക്കാന്ന് ഞാൻ പറഞ്ഞത്. എടാ തന്നോട് ചാരായോ അല്ല ചായ കുടിക്കാനല്ല അയാൾ പറഞ്ഞത്. തനിക്ക് ചായ കുടിച്ചാൽ കുഴപ്പം? എനിക്ക് താല്പര്യമില്ലാന്നേ. എടാ അയാൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? എടാ താല്പര്യക്കുറവിന് അവന് ഇത്തിരി ചായ വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നല്ലാതെ ഇത്രയൊന്നും പറഞ്ഞ് സഹിക്കും. ബാബു, ഓ വാ, നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് വരാം. തൊണ്ട പറഞ്ഞല്ലോ.